ഇതൊക്കെ കണ്ട് നാലുപേർ കിളി പറത്തി നിൽക്കുകയാണ്. പെട്ടെന്ന് ജോയലിന് എവിടുന്നോ സ്വബോധം തിരിച്ചു കിട്ടി. ഡാ എന്ന് അലറി. റോബിച്ചനും ദേവൂസും ഞെട്ടിത്തെരിച്ചുപോയി. പെട്ടെന്നുള്ള വെപ്രാളത്തിൽ റോബിച്ചൻ ദേവൂസിന്റെ ഇടുപ്പിൽ പിടിച്ചിരുന്ന് കൈവിട്ടു. അയ്യോ അമ്മേ! അത് വേറെ ആരുടെയുമല്ല, റോബിച്ചൻ അവളിലുള്ള പിടിവിട്ടപ്പോൾ നമ്മുടെ ദേവൂസ് അവളുടെ മൂടും കുത്തി സാക്ഷാൽ ഭൂമി ദേവിയെ സാഷ്ടാംഗം പ്രണമിച്ച ശബ്ദമാണ് കേട്ടത്. എടാ കോലമാട, താൻ എന്ത് പണിയാ കാണിച്ചത്? എന്റെ നടുവ്! അയ്യോ അമ്മേ, ഈ കാലമാടിന്റെ നടുവ് ഒടിച്ചേ. ഡിഡി, കിടന്ന് കാറാതെ പോവാതിരിടി. നീയല്ലേ ഇങ്ങോട്ട് വന്ന് എന്നെ ഇടിച്ചത്? കെട്ടിച്ച് വിടാൻ പ്രായമായി, നാണമില്ലല്ലോ പിള്ളേരുടെ കൂട്ട് ഓടിക്കളിക്കാൻ. ഇയാൾ എന്നെ കെട്ടിച്ചു വിടുകയൊന്നും വേണ്ട, എൻ്റെ വീട്ടുകാർ കെട്ടിച്ചോളും. ഇപ്പൊ നീ ഇതിന് പിടിച്ചെണ്ണിപ്പിക്ക. മൂത്തവരെ ഡോ നീ എന്നൊക്കെ വിളിക്കുവോ? ഇപ്പൊ നിനക്ക് ശരിയാക്കി തരാം. റോബിൻ വീണ് കിടക്കുന്ന അവളുടെ കൈ പിടിച്ച് പുറമോട്ട് തിരിച്ചു. അവളുടെ കണ്ണ് എന്തിനെന്നില്ലാതെ നിറഞ്ഞൊഴുകി. ഇത് കണ്ടപ്പോൾ റോബിന്റെ മനസ്സ് വേദനിച്ചു. അവളുടെ കണ്ണീർ അവന്റെ ഹൃദയത്തെ ചുട്ടുപൊള്ളിക്കുന്നതായി തോന്നി. ഡി സോറി, ഞാൻ അറിയാതെ പറഞ്ഞതാ. വാ എഴുന്നേക്ക്. അവൻ അവൾക്ക് നേരെ കൈനീട്ടി. ദേവു എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവന്റെ നേർക്ക് കൈനീട്ടി. അവൻ അവളുടെ കയ്യിൽ പിടിച്ചതും അവൾ ഒറ്റ വലി. ദാ കിടക്കുന്നു വീരശൂര പരാക്രമിയായ റോബിച്ചൻ താഴെ. ദോ, താൻ എന്തോ വിചാരിച്ചേ? എന്നെ തള്ളി താഴെയിട്ട് 2 ഡയലോഗ് അടിച്ചാൽ ഈ ദേവു മിണ്ടാതിരിക്കുമെന്നോ? ഞാനേ ദേവനന്ദന രവിചന്ദ്രനാണ്, അല്ലാതെ റോബിൻ വർഗീസ് അല്ല. ഇനി എന്നോട് കളിക്കുമ്പോൾ ഇത് ആലോചിച്ചോണം. അതും പറഞ്ഞ് അവൻ്റെ മീശയിൽ പിടിച്ചു വലിച്ച് അവൾ എഴുന്നേറ്റു. റോബിച്ചനാണെ ഇപ്പം ഇവിടെ ആരാ പടക്കം പൊട്ടിച്ചേ എന്ന എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുകയാണ്. ആകപ്പാടെ 2-3 കിളികളെ റോബിച്ചൻ്റെ തലയിലുണ്ടായിരുന്നുള്ളൂ. അതും കൂടി പോയി കിട്ടി. പക്ഷെ ഇതെല്ലാം കണ്ട് ഇപ്പോഴും നമ്മുടെ അപ്പുവും അന്നുവും അച്ചുവും വിജംബ്രിച്ച് നിൽക്കുകയാണ്. ജോയിച്ചിനാണെ ഏകദേശം റോബിൻ്റെ അവസ്ഥയാണ്. ദേവു കാണിച്ചത് കണ്ട് ആകെ വണ്ടടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ഇച്ചായൻ. ഡി, നീയൊക്കെ എന്ത് സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്നേ? നല്ല സ്വപ്നം വല്ലതാണെങ്കിൽ എന്നോടുകൂടി പറയടി. അച്ചൂസ് ആത്മകഥം. ഇവൾ എന്തിൻ്റെ കുഞ്ഞാണോ ദേവി? ഞങ്ങൾ സ്വപ്നം കൊണ്ടാണല്ലോ കണ്ടത്, സത്യമാ കണ്ടത്. ആ ചേട്ടൻ നിന്നെ കിസ് അടിച്ചല്ലേ? നീ എന്തൊക്കെയാടി പറയുന്നത്? അങ്ങനെ എന്നെ കിസ്സൊന്നും അടിച്ചില്ല, ഞാൻ വീഴാൻ പോയി പിടിച്ചതേ ഉള്ളൂ. ഞങ്ങൾ കണ്ടായിരുന്നു. എന്ത് പടി നീയൊക്കെ എന്നെ ഊതുന്നത്? ഡി, ഇനി ഞങ്ങൾ ചോദിക്കുന്നതിന് സത്യം മാത്രമേ നീ പറയാവൂ. ഞാൻ സത്യം മാത്രമേ പറയൂ. നിങ്ങളോട് ഞാൻ ഇതിനെ കള്ളം പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ചോദിക്കൂ. നീ ഇതുവരെ ഒരു കള്ളവും ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അത് ഇല്ലല്ലോ. ശരി, മോൾ കൂടുതൽ കാര്യം പരങ്ങണ്ട. ചേച്ചിമാർ ചോദിക്കുന്നതിൻ്റെ ഉത്തരം മണി വരെ പറഞ്ഞാൽ മതി. നിനക്ക് റോബിച്ചിന് ഇതിനു മുൻപേ അറിയത്തില്ലേ? അച്ചു അത് ചോദിച്ചപ്പോൾ ദേവു വല്ലാതെയായിപ്പോയി. ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്ക് എല്ലാ സത്യങ്ങളും അറിയാം. ഇനി നിന്റെ വായിൽ നിന്ന് ഞങ്ങൾക്കത് കേൾക്കണം. ദേവുവിന് മനസ്സിലായി ഇനി അവരുടെ കയ്യിൽ നിന്ന് രക്ഷയില്ലെന്ന്. ഞാൻ പറയാം, നിങ്ങൾ വാ, ആ ഒഴിഞ്ഞ ക്ലാസ് റൂമിലിരിക്കാം. അവർ ആ ക്ലാസ് റൂമിലോട്ട് പോയി. എനിക്ക് റോബിച്ചിനെ ഇതിന് മുന്നേ അറിയാം. അതായത് എൻ്റെ 3 വയസ്സ് മുതൽ. അന്നു മുതൽ ഈ നെഞ്ചിലിട്ട് നടക്കാൻ തുടങ്ങിയതാണ് ഇച്ചായന്. ഇച്ചായൻ്റെ മമ്മിയും എൻ്റെ അമ്മയും കൂട്ടുകാരാണ്. അങ്ങനെ ഒരു ദിവസം അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോയപ്പോഴാണ് ഞാൻ ഇച്ചായനെ ആദ്യമായിട്ട് കാണുന്നത്. ഇച്ചായനപ്പോൾ 5 വയസ്സായിരുന്നു. സിറ്റിയിൽ താമസിച്ച് എനിക്ക് ഗ്രാമം ഒരു അത്ഭുതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചുറ്റും വീക്ഷിച്ചു. അന്നേരം ഞാനൊരു കുളം കണ്ടു. എനിക്കെന്തോ ആ കുളം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഞാൻ കുളക്കടവിൽ പോയി. പെട്ടെന്ന് കാല് തെറ്റി ഞാൻ ആ കുളത്തിൽ വീണു. എനിക്ക് നീന്തൽ അറിയില്ലായിരുന്നു. ഞാൻ കൈയും കാലും ഇട്ട് അടിക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് വന്ന് ഇച്ചായൻ എന്നെ രക്ഷിച്ചു. എന്നെ വീട്ടിൽ കൊണ്ടുപോയി. അവിടുന്ന് തിരിച്ചു പോരുന്നവരെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഇച്ചായൻ. തിരിച്ചു വന്നപ്പോൾ തൊട്ട് എനിക്ക് വല്ലാത്ത മിസ്സിങ് ആയിരുന്നു. അപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ല അത് പ്രണയമാണെന്ന്. ഞാൻ വളർന്നു വരുന്നതിനനുസരിച്ച് ആ 5 വയസ്സുകാരനും എൻ്റെ ഉള്ളിൽ വളർന്നു. ഞാൻ മനസ്സിലാക്കി ആ 5 വയസ്സുകാരനോട് എനിക്ക് തോന്നിയത് കേവലം സൗഹൃദമില്ല, പ്രണയമാണെന്ന്. ഞാൻ എങ്ങനെ ഇച്ചായൻ അറിയാതെ ഇച്ചായനെ പ്രണയിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് ഞാൻ അറിഞ്ഞത് ഇനി ഇച്ചായൻ പഠിക്കാൻ പോകുന്നത് SM കോളേജിലാണെന്ന്. അന്നു മുതലാണ് ഞാനും ഈ കോളേജിനെ പ്രണയിക്കാൻ തുടങ്ങിയത്. നിങ്ങളോട് ഈ കോളേജിനെ പറ്റി പറഞ്ഞതും ഇഷ്ടപ്പെടിച്ചതും. സോറി ഡി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ ദേവൂസ് അന്നുവിനെയും അച്ചുവിനെയും കെട്ടിപ്പിടിച്ചു. നിങ്ങളോട് ഒന്നും മറച്ചു വെക്കരുതായിരുന്നു. എല്ലാം എൻ്റെ തെറ്റാ, എൻ്റെ സ്വാർത്ഥതയാണ്. ക്ഷമിക്കടി എന്നോട്. ഞങ്ങളോടൊന്നും പറയാത്തതിൻ്റെ ഒരു ചെറിയ വിഷമം ആദ്യം കേട്ടപ്പോൾ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇല്ല.
അടിയച്ചു പോട്ടടി, സാരമില്ല. നമ്മൾ ഈ കോളേജിൽ വിട്ടു പോകുന്നതിന് മുമ്പ് ഈ സത്യമെല്ലാം ഇച്ചായനോട് പറയണം. അല്ലെങ്കിലേ വേറെ വല്ലവരും കൊത്തിക്കൊണ്ടു പോകും. അവസാനം ഇതിനെ കൂടി മാനസഭേനെ മടി നടക്കേണ്ടി വരും. ഇല്ലടി, അങ്ങനെ ആർക്കും ഞാൻ ആ കുരങ്ങനെ വിട്ടുകൊടുക്കില്ല. എനിക്ക് വേണം എൻ്റെ ഇച്ചായനെ. ഇനി ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ നേരത്തെ ചുമ്മാ ഒന്ന് എറിഞ്ഞു നോക്കിയതാ. കാരണം നീ അവനോട് വെല്ലുവിളിച്ചപ്പോൾ അവൻ്റെ പേര് പറഞ്ഞു. കൂടാതെ ആദ്യത്തെ ദിവസം നീ ഇച്ചായനെ നോക്കി വെള്ളം ഇറക്കുന്നത് ഞാനും ഇവളും കണ്ടതാ. അന്നേ ഞങ്ങൾ വിചാരിച്ചതാ നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കണമെന്ന്. എന്തായാലും ഇന്നത് നടന്നു. ശരിയാ. അങ്ങനെ അവളുടെ മാവും പൂത്തു. അച്ചു ഒരു വലിയ നെടുവീർപ്പിട്ടു. അത് കേട്ടപ്പോൾ അവളുമാർ പൊട്ടിച്ചിരിച്ചു. ഇതേ സമയം ക്ലാസ് റൂമിൻ്റെ പുറത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ടെന്ന് അവർ മൂന്നും അറിഞ്ഞില്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന റോബിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ കണ്ണുനീർ ദുഃഖത്തിൻ്റെതല്ലായിരുന്നു, മറിച്ച് താൻ തേടിക്കൊണ്ട് നടന്ന തൻ്റെ പ്രാണനെ കണ്ടുകിട്ടിയതിനുള്ള ആനന്ദാശ്രുവായിരുന്നു. അവൻ കുറച്ചു കാലം പിന്നോട്ട് ചിന്തിച്ചു. താൻ ആദ്യമായിട്ട് തൻ്റെ പാവാടക്കാരിയെ കണ്ട ദിവസത്തെപ്പറ്റി ചിന്തിച്ചു. അവൻ ഓർത്തു, താൻ കളിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ഒരു പെൺകുട്ടി ശ്വാസം കിട്ടാതെ വെള്ളത്തിൽ കിടന്ന് പിടയ്ക്കുന്നത് കണ്ടത്. എന്തോ അവളെ കണ്ടപ്പോൾ മനസ്സിലൊരുതരം വികാരം തോന്നി. അങ്ങനെ അവളെ രക്ഷിച്ചു. അതിനുശേഷമാണ് അറിയുന്നത് തൻ്റെ മമ്മിയുടെ ഉറ്റ സുഹൃത്ത് മായാൻറ്റിയുടെ മോളാണ് ഇവളെന്ന്. അന്നൊന്നും അവളോട് പ്രണയം തോന്നിയിരുന്നില്ല. പക്ഷേ അവൾ അവിടുന്ന് തിരിച്ചു പോന്നപ്പോഴാണ് അവളുടെ കുറുമ്പോടുകൂടിയ വർത്തമാനം മിസ് ചെയ്യാൻ ചൊല്ലി തുടങ്ങിയത്. അങ്ങനെ താനും മനസ്സിലാക്കുകയായിരുന്നു ആ 3 വയസ്സുകാരി കാന്താരി പാവാടക്കാരിയോട് തോന്നിയത് പ്രണയമെന്ന വികാരമായിരുന്നു എന്ന്. പക്ഷേ അതിനുശേഷം അവളെ ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ കണ്ടുകിട്ടിയില്ല. അമ്മയോട് ചോദിക്കാനുള്ള മടി കാരണം ചോദിച്ചതുമില്ല. പക്ഷേ ഇന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ കാന്താരിയാണെന്ന് അറിഞ്ഞപ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമാണ് എനിക്ക്. ഇനി ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കത്തില്ലടി കാന്താരി. നീ ഈ റോബിൻ വർഗീസിൻ്റെ പെണ്ണ. നിന്നെ ഞാൻ തന്നെ നിന്നെ കെട്ടിയിരിക്കും. ഇതും ചിന്തിച്ച് എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി ഒരു കള്ളച്ചിരിയും ചിരിച്ച് റോബിൻ അവിടെ നിന്ന് പോയി. എന്നാലും നീ ഒരു കള്ള കാമുകയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അതേടി, 3 വയസ്സൊക്കെ പറയും മൊട്ടയെന്ന് വിരിയാത്ത പ്രായം. ഡി മതി നീയൊക്കെ എന്നെ ഊതുന്നത്. നീ കേട്ടിട്ടില്ലേ പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, കാതില്ല, പ്രായമില്ലെന്നൊക്കെ? പിന്നെ പിന്നെ എന്തൊക്കെയാടി ഇല്ലെന്നടി പറഞ്ഞേക്കുന്നേ? മതി, രണ്ടും ഒന്ന് നിർത്തുന്നുണ്ടോ? നിനക്കെന്ത് പറ്റി? ഒന്നുമില്ല. അവർ 3 പേരും കൂടി നടന്നു വരുമ്പോൾ ഓപ്പോസിറ്റ് നമ്മുടെ ഇച്ചായനും ടീമും നടന്നു വരികയായിരുന്നു. അന്നുവിൻ്റെയും ദേവൂസിൻ്റെയും അന്താരാഷ്ട്ര ചർച്ച കാരണം അവർ ഇവരെ കണ്ടില്ല. പക്ഷേ നമ്മുടെ അച്ചു കണ്ടിരുന്നു. സ്വാഭാവികമായിട്ട് അവൾ അങ്ങോട്ടൊന്ന് നോക്കിപ്പോയി. കൊച്ച് അങ്ങോട്ട് നോക്കിയപ്പോൾ നമ്മുടെ അപ്പു താടിയൊഴിഞ്ഞ് കള്ളച്ചിരി ചിരിച്ച് സൈറ്റ് അടിച്ച് കാണിച്ചു. അത് കണ്ടപ്പോൾ കൊച്ചിൻ്റെ ഉള്ളിൽ കൂടി ഒരു ഷോക്ക് കടന്നുപോയി. അവൾ അവനെ നോക്കി പേടിപ്പിച്ചു. പക്ഷേ അവനിത് കണ്ടപ്പോൾ ചുണ്ടു കുറിപ്പിച്ച് ഉമ്മ എന്ന് കാണിച്ചു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് കൊച്ചു നമ്മുടെ അന്നുവിനോടും ദേവുവിനോടും കാണിച്ചത്. പക്ഷേ എന്നാൽ ഇതേ സമയം നമ്മുടെ ഇച്ചായൻ്റെയും റോബിൻ്റെയും കണ്ണ് കളിച്ച് ചിരിച്ച് നടന്നു വരുന്ന അന്നുവിൻ്റെയും ദേവുവിൻ്റെയും മേലായിരുന്നു. റോബിൻ ദേവുവിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. പക്ഷേ എന്ത് കാര്യം, അവൾ സംസാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ജോയൽ അന്നുവിൻ്റെ മുഖത്ത് നോക്കിയെങ്കിലും പഴയത് മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ അവൻ്റെ മുഖം മാറ്റി. അവൾക്കൊരിക്കലും താൻ ഒരു ശല്യമായിരിക്കരുത്. അവൾക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. പഴയതെല്ലാം കഴിഞ്ഞു. എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുവരെ ഈ ജോയൽ നിന്നെ ശല്യപ്പെടുത്തത്തേയില്ല. എൻ്റെ കർത്താവേ, അവളോട് എനിക്ക് തോന്നിയ ചിന്ത നീ തന്നെ മാറ്റിത്തരണേ. ജോയൽ ആത്മകഥം പറഞ്ഞു. ഇത് അന്നുവിനെ നോക്കി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവിടെ നിന്നും അവൻ നടന്നകന്നു. ഇതേ സമയം നമ്മുടെ അന്നുവിൻ്റെ ക്ലാസ്സിൽ, എടി നീ ഇന്ന് റോബിൻ്റെ മേൽ വീഴുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോ. അവൻ്റെ അടുത്ത് കൂടുതൽ അടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ പൊന്നു മോളെ, നിന്നെ ഞാൻ കൊല്ലും. ഞാനല്ലാതെ വേറെ ആരും റോബിനെ തൊടുന്നത് എനിക്കിഷ്ടമല്ല. അവൻ എൻ്റെയാണ്, എൻ്റേത് മാത്രം. അതുകൊണ്ട് കൂടുതൽ മോളം കൊട്ടാൻ നിൽക്കണ്ട. ഇനി ഞാനത് കാണരുത്. ഇതും പറഞ്ഞ് അവളുടെ നേരെ കയ്യും ചൂണ്ടി അവിടുന്ന് പോവാൻ തുടങ്ങി. ഹലോ ചേച്ചി, ഇത്രയും പറഞ്ഞിട്ട് വെറുതെ അങ്ങ് പോവുകയാണോ? ഉത്തരം വേണ്ടേ? പക്ഷേ സാന്ദ്രി അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ പോവാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ ദേവ് വിടുമോ? ഇല്ല. ചേച്ചി എന്തായാലും ഉത്തരം കേട്ടിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇതും പറഞ്ഞ് ദേവു അവളുടെ കൈ പിടിച്ച് അവിടെ നിർത്തി. ഡി, നീ എൻ്റെ കൈ പിടിക്കാറായോ?
ഇതും പറഞ്ഞ് അവൾ ദേവുവിനെ അടിക്കാനായി കൈപൊക്കി. പക്ഷെ അടി അവളുടെ ചെകിട്ടത്ത് വീണില്ല. സാന്ദ്രയ്ക്ക് അവളുടെ കൈയുടെ എല്ല് നുറുങ്ങുന്നത് പോലെ തോന്നി. അവൾ ദേഷ്യം കൊണ്ട് വിറച്ച് അവളെ ചുട്ടിരിക്കാനുള്ള ദേഷ്യത്തിൽ തല ഉയർത്തി നോക്കി. പക്ഷേ തൻ്റെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ അവളുടെ മുഖം ദേഷ്യത്തിനു പകരം പേടി കൊണ്ട് വിറച്ചു. അറിയാതെ അവളുടെ വായിൽ നിന്ന് ആ പേര് മൊഴിഞ്ഞു, റോബിൻ. ആടി, റോബിൻ തന്നെയാണ് നിന്റെ മുന്നിൽ നിൽക്കുന്നത്. സാന്ദ്ര റോബിനെയും അവൻ ബലമായിട്ട് പിടിച്ചിരിക്കുന്ന അവളുടെ കൈയും മാറി മാറി നോക്കി. അവളുടെ മുഖത്ത് ഒരേ സമയം പേടിയും ദേഷ്യവും മിന്നിമാഞ്ഞു. അവൾക്ക് ദേവുവിനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. അത് അവളുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. ഇത് കണ്ടപ്പോൾ റോബിച്ചിന് ഇരട്ടി ദേഷ്യം തോന്നി. അവൻ അവളുടെ കൈ പിടിച്ച് തിരിച്ചു. ഡി, നീ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ പെണ്ണിൻ്റെ നേർക്ക് കൈ ഉയർത്തിയത്? നീ എന്തുവാ പറഞ്ഞേ? അവൾ എന്നോട് ഒട്ടി നിൽക്കാൻ പാടില്ലെന്നോ? ഡി നന്ദു, ഇങ്ങ് വാടി. അതും പറഞ്ഞ് അവൻ ദേവുവിന് നേരെ കൈ നീട്ടി. ദേവുവാണ് ഇവൻ എന്തൊക്കെയാ പറഞ്ഞതെന്നുള്ള എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുകയാണ്. യു കോൾ മീ നന്ദു? ഐ എം നോട്ട് നന്ദു. അവൻ്റെ വായിൽ നിന്ന് നന്ദു എന്ന് കേട്ടുന്ന ഷോക്കിൽ കുട്ടിയുടെ കിളികൾ പറന്നുപോയി. അതുകൊണ്ട് തന്നെ പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ. എങ്ങനെ കിളി പോകാതിരിക്കും? കാരണം അവളെ നന്ദൂന്ന് അവളുടെ ഏട്ടൻ മാത്രമേ വിളിക്കുകയുള്ളൂ. ഈ കിളി പോയ കൊച്ചിനെയാണല്ലോ ദൈവമേ എനിക്ക് പ്രേമിക്കാൻ തോന്നിയത്, റോബിൻ ആത്മകഥം പറഞ്ഞു. അവളെ ചേർത്ത് നിർത്തി 2 പഞ്ച് ഡയലോഗ് അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് സമ്മതിക്കത്തില്ല കാന്താരി. അവസാനം അവളുടെ കിളിപോയ സംസാരം കേട്ട് കലികേറിയ റോബൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ ചേർത്ത് നിർത്തി അവളുടെ ഇടുപ്പിലൊരു നുള്ളു കൊടുത്തു. അതോടെ കൊച്ചിൻ്റെ വായടഞ്ഞു. അപ്പോൾ സാന്ദ്ര, നമ്മൾ എവിടെ വെച്ച് നിർത്തിയത്? ആ, കിട്ടിപ്പോയി. ഇവൾ എന്നോട് ചേർന്ന് നിൽക്കാൻ പാടില്ലെന്ന്. ദാ ഇപ്പം നിൻ്റെ മുന്നിൽ ഇവൾ എന്നോട് ചേർന്ന് നിൽക്കുന്നേ. കൂടാതെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട്. നിനക്ക് എന്നതാ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാനും നോക്കട്ടെ. സാന്ദ്ര വിളറി വെളുത്തുപോയി. അവൾക്ക് നാണക്കേട് കാരണം തല കുമ്പിട്ട് നിന്നു. അവൾ വല്ലാതെ വിയർത്തു. എന്താടി, നിനക്കൊന്നും പറയാനും ചെയ്യാനും ഇല്ലേ? ഇവൾ എൻ്റെ പെണ്ണ. ഇവളെ മാത്രമേ ഞാൻ സ്നേഹിക്കൂ. ഇവളെ മാത്രമേ ഞാൻ ചേർത്ത് നിർത്തുകയുള്ളൂ. അതായത് പൊന്നു മോളെ സാന്ദ്രേ, നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവൾ മാത്രമേ എന്നോട് ഒട്ടി നിൽക്കത്തുള്ളെന്ന്. അതുകൊണ്ട് ഇനി മേല എൻ്റെ പുറകെ പ്രേമമാണ് കോപ്പാണെന്ന് വല്ലതും പറഞ്ഞു നടന്ന ഈ റോബിൻ്റെ കൈയുടെ ചൊടി മോൾ അറിയും. കൂടാതെ നീ കാരണം എന്നെ പെണ്ണിൻ്റെ മേൽ ഒരു തരി മണ്ണ് വീണ അതപ്പോൾ കാണാം. വെറുതെ എൻ്റെ സ്വഭാവം മാറ്റാതിരുന്നാ നിനക്ക് കൊള്ളാം. അതും പറഞ്ഞ് റോബിൻ അവിടെ നിന്നും പോകാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് റിവേഴ്സ് അടിച്ചു വന്ന് ദേവുവിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. കിട്ടാനുള്ളതൊക്കെ കിട്ടിയല്ലോ, ഇനി ഇച്ഛൻ്റെ കാന്താരി ക്ലാസ്സിൽ പോകാൻ നോക്കാം. ദേവുവാണ് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള സംശയത്തിലാണ്. പക്ഷെ റോബിൻ്റെ എൻ്റെ പെണ്ണ എന്നുള്ള വാചകം അവളുടെ കാതുകളിൽ മുഴുകി കേട്ടുകൊണ്ടേയിരുന്നു. അതിൻ്റെ പ്രതിഫലനം എന്ന പോലെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ടായി. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന സാന്ദ്രയുടെ ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി. നീ ജയിച്ചെന്ന് വിചാരിക്കേണ്ടടി. അവനെ കൊണ്ട് തന്നെ നിന്നെ തള്ളിപ്പറയിപ്പിച്ച് ഞാൻ അവൻ്റെ മിനിൻ്റെ അവകാശിയായിരിക്കും. അയ്യോ ചേച്ചി, പേടിപ്പിക്കല്ലേ. ഇതൊന്നും കണ്ട് പേടിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. ഇച്ചായൻ പറഞ്ഞത് കേട്ടല്ലോ, ഇച്ചായൻ എൻ്റെയാ. ഞങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അത് ചേച്ചിക്ക് തന്നെയാവും തിരിച്ചു കിട്ടുക. റോബിൻ വർഗീസിന് മിനിൻ്റെ അവകാശി ഒരാളേ ഉള്ളൂ, അത് ഞാനാ. അതുകൊണ്ട് വെറുതെ എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കാതെ പോകാൻ നോക്കാം. ദേവുവിൻ്റെ ഈ മറുപടി കേട്ടുകൊണ്ട് നിന്ന് റോബിൻ്റെ ചുണ്ടിലും ചെറിയൊരു ചിരി സ്ഥാനം പിടിച്ചിരുന്നു. സാന്ദ്ര ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോയി. സാന്ദ്ര ആരാണെന്ന് പരിചയപ്പെട്ടില്ലല്ലോ, നമുക്ക് പരിചയപ്പെടാം. ഇവളാണ് സാന്ദ്ര രഞ്ജിത്ത്. ഇവർ പഠിക്കുന്ന കോളേജിൽ തന്നെ 3rd ഇയർ BBA വിദ്യാർത്ഥിനി. അതായത് നമ്മുടെ അന്നുവിൻ്റെയും ടീമിൻ്റെയും സീനിയറും നമ്മുടെ അച്ചായൻ്റെ ഗ്രൂപ്പിൻ്റെ ബാച്ച്മേറ്റും. ഇവൾക്ക് നമ്മുടെ റോബിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കുറച്ച് നാളുകൊണ്ട് പുറകെ നടക്കുകയാണ്. പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ, അവൾ അവൻ്റെ പുറകെ നടക്കുന്നത് ദിവ്യപ്രേമം മൂത്തിട്ടൊന്നുമില്ല, അവൻ്റെ പണവും സൗന്ദര്യവും കണ്ടിട്ടാണ്. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന അച്ചുവിൻ്റെയും അന്നുവിൻ്റെയും നില വളരെ പരിതാപകരമായിരുന്നു. രണ്ടിൻ്റെയും കിളി ഇന്ത്യ വിട്ടു പോയെന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ ഇച്ഛായനെയും അപ്പുവിനെയും ഒന്ന് നോക്കിയിട്ട് വരാം. കാരണം അവരെ ഇത്രയും നേരമായിട്ട് കണ്ടില്ലല്ലോ. ഡാ അപ്പു, നീ അവിടെ ഉറങ്ങാൻ പോയതാണോ? സത്യം പറഞ്ഞാൽ ഞാൻ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പോയതാണ്. പക്ഷേ ആ സന്തോഷ് സാറിൻ്റെ വക ഉപദേശം തുടങ്ങി. പിന്നെ എന്നെ വിട്ടില്ല. ഞാൻ എന്ത് ചെയ്യും? ഇനി മുതൽ അങ്ങേരുടെ അടുത്ത് പോകുമ്പോൾ ഒരു പഞ്ഞി ജീവിയെ തേക്കി കെട്ടിക്കൊണ്ട് പോകണം. ആവശ്യത്തിന് കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ. എന്തായാലും ഞാൻ 1 മണിക്കൂർ കൊണ്ട് ഇവിടെ പോസ്റ്റാണ്. ആ പോട്ടെ, നമുക്ക് അങ്ങേ ഇരുട്ടത്ത് കിടത്തി വെട്ടത്ത് ചോറ് കൊടുക്കാം. വാ പോവാം. റോബി എവിടെ? നിങ്ങൾ അങ്ങോട്ട് പൊക്കോ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അവനുണ്ടായിരുന്നെ ഞാൻ പോസ്റ്റ് ആവത്തില്ലായിരുന്നു. ശരിയാ. ഡാ ദോ വരുന്നവൻ. നീ ഇത് എവിടെ പോയി കിടക്കുവാണോ? പൊന്നു മോനെ ദേഷ്യപ്പെടാതിരി, ഞാൻ പറയാം. നീയൊക്കെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാനും ഇറങ്ങിയതാ.
അവിടുന്ന് സ്റ്റാഫ് റൂം വരാൻ നിനക്ക് ഇത്രയും സമയമോ? നിന്റെ കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടടാ? എടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശരി, നിങ്ങൾക്ക് തുടരാം. അല്ലെങ്കിലും അസ്ഥാനത്ത് ഗോളടിക്കാൻ എൻ്റെ അപ്പൂനെ കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ. എടാ ജോയലെ, ഈ അപ്പൂനെ ഒന്ന് പിടിച്ചോണ്ട് പോവാമോ? അവൻ പറയുന്നത് സത്യമല്ലേ? നിനക്ക് അവിടുന്ന് ഇവിടെ വരാൻ ഇത്രയും സമയമോ? ഞാൻ പോവാം, നീ രണ്ടും കൂടി എന്താന്ന് വെച്ചാൽ ചെയ്തു. അവൻ്റെ ദേഷ്യത്തിലുള്ള സംസാരത്തിൽ തന്നെ അവൻ പറയാൻ വന്ന കാര്യം ഗൗരവമേറിയതാണെന്ന് ഇരുവർക്കും മനസ്സിലായി. അവർ തമാശ കളഞ്ഞിട്ട് റോബിൻ്റെ അടുത്തേക്ക് പോയി.